CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടിപ്പുരത്തിന് കൊടിയേറി. ജനുവരി 25 ഞായറാഴ്ചയാണ് പൂരാഘോഷം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചിരി മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. പുറ്റേക്കര ആലപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മേഖലാ സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തിരുത്തിക്കാട് ബണ്ടിലെ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം. പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. പ്രമുഖ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും അണിനിരക്കുന്ന അർത്ഥാടനം സാഹിത്യ സാംസ്കാരിക സംഗമത്തിന് കുന്നംകുളം ബദനി ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. ഇരുമ്പപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി വരവൂർ പഞ്ചായത്ത് തിച്ചൂർ വാർഡ് മെമ്പർ ഷംനാസ് തിയൂർ രംഗത്ത്. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. കേരള സർക്കാരും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായാണ് ഭിന്നശേഷി മേഖലയിലെ മികവിനുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പനിത്തടം സെന്ററിലെ തുടർ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AC മൊയ്തീൻ MLA അറിയിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി BJP കുന്നംകുളം നിയോജകമണ്ഡലം നേതൃയോഗം ചേർന്നു. ഫോക്ലോർ അവാർഡ് ജേതാവും സംഘക്കളി ആചാര്യനുമായ തയ്യൂർ മൂത്തമന പരമേശ്വരൻ നമ്പൂതിരിയെ ആദരിക്കുന്നു. കേരളീയ ക്ഷേത്ര കലാസംഘമാണ് ആദരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം ബുധനാഴ്ച നടക്കും. കുന്നംകുളം കൊമേറ്റ് സർക്കിളിൽ സജ്ജമാക്കിയ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനം KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ഓർത്തഡോക്സ് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി രാഷ്ട്രീയ വയോജനശ്രീ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായോപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സ്ക്രീനിംഗ് ക്യാമ്പ് വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തി. CPIM അംഗവും DYFI മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയുമായിരിക്കെ RSS സംഘം കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാന്റെ 20ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം ആചരിച്ചു. ഫെബ്രുവരി 1-2 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന STU സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ പുന്നിയൂർ പഞ്ചായത്ത് കൺവെൻഷൻ തീരുമാനിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് നവാഗതർക്കുള്ള കേപ്പിംഗ് സെറമണി സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റഫായേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തിപുരസര മകരചൊവ്വ ആഘോഷിച്ചു. രാവിലെ പൊങ്കാല സമർപ്പണവും വൈകിട്ട് ആഘോഷമായ എഴുന്നള്ളിപ്പുകളും നടന്നു. പെലക്കാട്ടുപയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി 22 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. 25-ാം തീയതി ഞായറാഴ്ചയാണ് ആറാട്ട്. BSFലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ 1ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി NR അഭിഷേകിനെ ABVP വിവേകാനന്ദ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ കുരുന്നുകളുടെ സർഗവൈഭവങ്ങൾ മാറ്റുരച്ച വാർഷികാഘോഷം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 താരം അർജിത രതീഷ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ കല്ലമ്പുറം അൽ ഹയാത്ത് സ്കൂളിൽ വെച്ച് നടന്ന 7ാമത് ഓൾ കേരള ഇന്റർ സ്കൂൾ മത്സരത്തിൽ ആദൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് സുവർണ നേട്ടം. ടച്ചറായി പള്ളത്ത് ഉസ്മാൻകുട്ടിയുടെയും നുജുവിന്റെയും മക്കളായ മുഹമ്മദ് നഹ്യാൻ കാറ്റഗറി 9-10 വയസ്സ് വിഭാഗത്തിലും നേഹ ഫാത്തിമ കാറ്റഗറി 9-11 വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.